വൈകുന്നേരത്തെ ചായേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിന് മെയിനായിട്ടും വേണ്ടത് ഉരുളക്കിഴങ്ങും ബ്രെഡും ആണ്. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനിട്ടിട്ടുണ്ട്. അത് നന്നായി വെന്ത് വന്നതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞെടുത്ത് ഇതുപോലൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും കട്ടകളില്ലാതെ വേണം ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. സൈഡ് ഭാഗം നമുക്ക് ആവശ്യമുണ്ട്, കാരണം ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുത്ത് കുതിർത്ത് ഇതുപോലൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് ബ്രെഡിൽ വെള്ളമുള്ള രീതിയിൽ വേണം പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി പൊടികളൊക്കെയാണ് ചേർക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കൈവച്ച് തന്നെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായി കുഴച്ചൊരു 15 മിനിറ്റ് അത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയ ചെറിയ ഉരുളകളാക്കിയാണ് എടുക്കുന്നത്. നന്നായി പ്രസ് ചെയ്തിട്ടാണ് ഉരുളകളാക്കി എടുക്കുന്നത്. എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ആയതിന് ശേഷം തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തതാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടുന്നതായിരിക്കും. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ സോസും കൂട്ടിയിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിട്ടുണ്ട്. കട്ട്ലേറ്റ് ഒക്കെ കഴിക്കില്ലേ, അതേ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.